ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവളിനി എന്താണോ കാണിക്കാൻ പോകുന്നത്? ഏയ്, താനെന്താ ചെരുപ്പിടാത്തെ? ചെന്ന് ചെരുപ്പിട്. താൻ സ്ലിപ്പറാണോ നോക്കുന്നത്? എടോ സാരമില്ല, അതെടുത്തിട്ടിട്ട് വാ. കണ്ടോ, ഹൈ ഹീൽ ചെരുപ്പിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതിലെന്തോ ഒരു മാറ്റമുണ്ട്. എന്തോ ഒരു കുട്ടിച്ചാത്തൽ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് വെളിവായി കിട്ടിയെങ്കിൽ ഞാൻ പൊളിച്ചടിക്കേനെ. Hey, what happened? വാടോ. അതെ അതെ, അത് മര്യാദയല്ല കേട്ടോ. കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും സംസാരിക്കാൻ വേണ്ടി പോകുമ്പോ അവിടെ ആര് പോയാലും അവരെ കട്ടുറുമ്പെന്നാ പറയാറ്. ഓ, അങ്ങനെ ഒരു പേരുദോഷം നമുക്ക് വേണ്ട അമ്മായി. അമ്മ ഇവിടെ ഇരിക്കുക. എന്താടോ? ആക്സിഡന്റ് ആയപ്പോ കാലിനോട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതാ. ഓ, അതായിരുന്നു. എന്നാ തനിക്ക് പറഞ്ഞൂടായിരുന്നു? അങ്ങനെയാണെങ്കിൽ ചെരുപ്പിടാൻ ഞാൻ പറയില്ലായിരുന്നല്ലോ. സാരമില്ല. പക്ഷെ ഇങ്ങനെ നടക്കുന്നതാണ് രസമുണ്ട് കേട്ടോ. തന്റെ ജീവിതത്തിലേക്ക് എന്തോ ഒരു തമാശ കയറിയതുപോലെ. പിന്നെ ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ, തന്റെ ഇപ്പോഴത്തെ രീതികളുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സത്യം പറഞ്ഞ ഇപ്പോഴാ തന്നെ കാണാൻ ഒരുപാട് ചന്തം വെച്ചത്. തന്നെ നോക്കിയിരിക്കാൻ ഒരുപാട് രസം തോന്നുന്നുണ്ട്. ഗദ,
സാറേ യ്യോ. അതെ സംസാരത്തിന് മാത്രമുള്ള പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതിപ്പോ ലിമിറ്റ് കവർ ചെയ്ത് പോയല്ലോ. ഒന്ന് പോടോർന്നു. ഗാദിക്ക് ആക്സിഡന്റിന് ശേഷം കാലിന് സുഖമില്ല, അങ്ങനെ പറ്റിയതാ. പറ്റും പറ്റും. പരസ്പരം സ്നേഹിക്കുന്നവരെ അടുത്തെത്തിയാലേ ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കൂ. അല്ലേ കാതാ മാഡം? എന്തോന്നു സാറേ? എന്ത്? ഒന്ന് പറയുന്നേ. എന്താണോ? ഓ ഇങ്ങനെ നാണിക്കത് പറ സാറേ. എന്താ എന്തൊക്കെയാ നടന്നേ? താനൊന്നും ഉണ്ടായിരുന്നേ, എന്നിട്ട് എന്നോട് നിന്ന്. സംഗതി കൊള്ളാം. പക്ഷെ ആരായിരിക്കും മുൻകൈ എടുത്തത്? യാദാ മാഡം? ഏയ് അതായിരിക്കാൻ വഴിയില്ല. സാറായിരിക്കൂ? പറയാൻ പറ്റില്ല. കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചകളുണ്ടല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി വൈകിപ്പിക്കുന്നില്ല. ഇറങ്ങിട്ടെ. സന്തോഷം. ഓക്കെ മാം, അപ്പോ ഞാൻ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ. ഗാദ, ആ ഗാദമോളെ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി ശരി. പോട്ടെ മോളെ. വാ. ഗാഥമാടോ? സാറേ, നവി സാറേ, ഞാൻ ഗാഥമാടത്തെ കണ്ടു. അത് ഞങ്ങളെല്ലാരും കണ്ടില്ലേ? അത് ഇവിടെ നിൽക്കുന്ന ഗാഥമാടത്തെയല്ലേ? ഞാൻ കണ്ടത് മുകളിൽ നിൽക്കുന്ന ഗാഥമാടത്തെയാ. മുകളിൽ നിൽക്കുന്ന ഗാദാമേടോ? അതാരാ? സാറ് വാ, ഞാൻ കാണിച്ചു തരാം. എടോ, തന്റെ ഈ അസുഖം മാറിയെന്ന് ഞാൻ വിചാരിച്ച. സോറി മാം. ഞാനും ഗാദി നമ്മളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം മാണിക്കുഞ്ഞ് പലപ്പോഴും പറയും, ഗാഥ മേഡത്തിനെ അവിടെ വെച്ച് കണ്ടു, ഗാഥ മേഡം നടന്നു പോന്ന് കണ്ടു എന്നൊക്കെ. മര്യാദയ്ക്ക് തന്നോട് ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? താൻ സമ്മതിച്ചില്ല. പിന്നെ മാണിക്കുഞ്ഞ്, ഇനി താൻ ഇതുപോലെ വിളിച്ചു പറഞ്ഞ ഞാൻ തന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകും. സാറേ, ഞാനൊന്ന് പറഞ്ഞു. കേറ വണ്ടിയില്.